അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഹിഷാം അത്താഹിരി ഹഫിളഹുല്ലാ ക്രോഡീകരിച്ച കിതാബു അൽ അർബഈന അൽ ഈമാനിയ എന്ന കിതാബിലെ 3 ഹദീസുകൾ വിശദീകരിച്ചു. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് 4ാമത്തെ ഹദീസാണ്. അൽ ഹദീസു റാബിഉ അൽ വഹ്യു മുഅ്ജിസത്തുൻ ഖാലിദ. 4ാമത്തെ ഹദീസ്, അതിന് അദ്ദേഹം കൊടുത്ത ഹെഡിങ് വഹ്യ് അത് എന്നെന്നും നിത്യമാകുന്ന ഒരു മുഅ്ജിസത്താണ് എന്നാണ്. ഇവിടെ വഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ. അത് എന്നെന്നും ഖാലിദാകുന്ന, ബാക്കിയാകുന്ന മുഅ്ജിസത്താണ്. ആ ഹെഡിങ്ങിന്റെ കീഴിൽ അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉഅതിയ മാ മിത്ലുഹു ആമന അലൈഹിൽ ബശർ. അംബിയാക്കന്മാരിൽ നിന്നും ഒരു നബിയും തന്നെ ഇല്ല, അദ്ദേഹത്തിന് ജനങ്ങൾ വിശ്വസിച്ചതുപോലുള്ള ഒന്ന് നൽകപ്പെട്ടിട്ടല്ലാതെ. ഓരോ അമ്പിയാക്കന്മാർക്കും, ഓരോ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ ആ പ്രവാചകന്റെ അനുയായികൾ, സമൂഹത്തിലുള്ളവർ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ നൽകാത്ത ഒരു പ്രവാചകനുമില്ല. ആ പ്രവാചകന്റെ ആ ദൃഷ്ടാന്തങ്ങളെ ആ പ്രവാചകന്റെ അനുയായികൾ വിശ്വസിച്ചിട്ടുമുണ്ട്. മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉഅതിയ മാ മിത്ലുഹു ആമന അലൈഹിൽ ബശർ വഇന്നമാ കാനല്ലദി ഊതീതു. എന്നാൽ എനിക്ക് നൽകപ്പെട്ടത് വഹിയൻ ഔഹാഉല്ലാഹു ഇലയ്യ, അള്ളാഹു എനിക്ക് നൽകിയ വഹി മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകത്തിലൂടെ പറഞ്ഞു വരുന്നത്, ഓരോ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തായി ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ അതത് സമുദായത്തിലുള്ളവർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് കിട്ടിയ ദൃഷ്ടാന്തം അത് അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചു തന്ന വഹി മാത്രമാണ് എന്ന്. ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ. ഫഅർജു, ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അൻ അകൂന, ഞാൻ ആകുമെന്ന്, അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെട്ട ആൾ, എനിക്ക് ഫോളോ ചെയ്യുന്ന ആൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വഹീനെ ഫോളോ ചെയ്യുന്നവർ ഒരുപാട് ഉണ്ടാകുമെന്ന് ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിന്റെ രത്നച്ചുരുക്കം, ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു അവതരിപ്പിച്ച മുഅ്ജിസത്തുകൾ പോലെ എനിക്ക് അള്ളാഹു അവതരിപ്പിച്ച എന്നൊരു മുഅ്ജിസത്താണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് അനുയായികൾ ഏറെ കൂടുതലുള്ള ആൾ ഞാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന്. ഈ ഹദീസിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 5000-ഓളം ഹദീസുകൾ ഉദ്ധരിച്ച വലിയ പണ്ഡിതനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അഹ്ലു സുഫയിലെ ഇമാമാണ് അദ്ദേഹം.
ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ. ഒന്നാമത്തേത്, എല്ലാ പ്രവാചകന്മാർക്കും മുഅ്ജിസത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്നാൽ പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന സാധാരണ വ്യക്തികളിൽ നിന്നും പതിവിന് വിപരീതമായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. എല്ലാവരിലും ഉണ്ടാകാത്ത, ആർക്കും സാധിക്കാത്ത, പ്രവാചകന്മാർക്ക് മാത്രം നൽകപ്പെടുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് മുഅ്ജിസത്ത്. മുഅ്ജിസത്ത് എന്നുള്ള പ്രയോഗം പിന്നീട് ഉണ്ടായതാണ്. ഖുർആനിലോ ഹദീസിലോ വന്ന പ്രയോഗമല്ല. ഖുർആനിലും ഹദീസിലും വന്ന പ്രയോഗം ആയത്ത് എന്നാണ്. ആയത്ത്, ദൃഷ്ടാന്തം. പ്രവാചകന്മാർ രംഗത്ത് വരിക ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഞാൻ പ്രവാചകനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും കൂടിയാണത്. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഒരു വെല്ലുവിളിയും കൂടിയാണ്. ഞാൻ പ്രവാചകനാണ് എന്ന് സത്യപ്പെടുത്താനുള്ള തെളിവെന്നോടൊപ്പം തന്നെ അതൊരു വെല്ലുവിളിയും കൂടിയാണ്. ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റുകയില്ല. പ്രവാചകന്മാർക്ക് അള്ളാഹു, പ്രവാചകന്മാരിലൂടെ അള്ളാഹു നടപ്പിൽ വരുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണ് അവ. ഉദാഹരണത്തിന് സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം പോലെ പാർന്നുള്ളിൽ വന്നതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി പോലെ. അതേപോലെ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ചില ദൃഷ്ടാന്തങ്ങൾ, രോഗം വന്നവർക്ക് മാറ്റാൻ, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലൂടെ പതിവിന് വിരുദ്ധമായ, വിപരീതമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തും. പതിവിന് വിപരീതമായത് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ സൃഷ്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചിലരിലൂടെ അള്ളാഹു നടപ്പിൽ വരുത്തും. അത് വ്യത്യസ്ത രീതിയിലാണ്. ഒന്ന്, അതിന് പണ്ഡിതന്മാർ നൽകിയ നാമം ഇർഹാസാത്ത് എന്നാണ്. ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രവാചകൻ വരുന്നുണ്ട് എന്ന സൂചകമായി അള്ളാഹു നാട്ടിൽ വരുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പായി ഒരുപാട് അത്ഭുത സംഭവങ്ങൾ മക്കയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രവാചകൻ വരുന്നതിന് മുമ്പായി, മുന്നോടിയായി അള്ളാഹു നാട്ടിൽ ഉണ്ടാക്കുന്ന ദൃഷ്ടാന്തങ്ങളുടെ അത്ഭുത സംഭവങ്ങളാണ്. മനുഷ്യ സൃഷ്ടി കഴിവിന് അതീതമായ കാര്യങ്ങൾ. ഇതിന് ഇർഹാസാത്ത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് മുഅ്ജിസാത്ത് അല്ലെങ്കിൽ ആയാത്ത്. പ്രവാചകന്മാരിലൂടെ മാത്രം അള്ളാഹു നടപ്പിൽ വരുത്തുന്ന, നമ്മുടെ ഭാഷ അമാനുഷികമായ അല്ലെങ്കിൽ സൃഷ്ടി കഴിവിന് അതീതമായ ചില പ്രവർത്തനങ്ങൾക്കാണ് മുഅ്ജിസാത്ത് എന്ന് പറയുന്നത്. മുഅ്ജിസത്ത് പ്രവാചകന്മാരാണ് അതിനെ കൊണ്ടുവരിക. പ്രവാചകന്മാരല്ലാത്തവരുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുഅ്ജിസത്ത് എന്ന് പറയില്ല. പ്രവാചകന്മാര് വെല്ലുവിളിയോടുകൂടി സമൂഹത്തിലേക്ക്, ഞാനൊരു പ്രവാചകനാണ്, ഇന്ന കാര്യങ്ങൾ എൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറഞ്ഞ് അത് നിങ്ങൾക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റുകയില്ല. ഞാൻ പ്രവാചകനായതുകൊണ്ട് എന്നിൽ അള്ളാഹു നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് രംഗത്ത് വരുന്ന കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. പ്രവാചകന്മാരുടെ കൈവിൽപ്പെട്ടതല്ലാതെ, ജന്മനാ പ്രവാചകന്മാർക്ക് കിട്ടിയ സിദ്ധിയൊന്നും അല്ലാതെ, മറിച്ച് അദ്ദേഹം പ്രവാചകനാണെന്ന് ബോധ്യപ്പെടുത്താൻ ആ പ്രവാചകനിലൂടെ അള്ളാഹു നടപ്പിൽ വരുത്തുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേത് കറാമത്ത്.
കറാമത്ത് വലിയനാണ് ഉണ്ടാകുക. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാകും. കറാമത്തുള്ളവൻ ഔലിയാകരല്ല. നമ്മുടെ നാട്ടിൽ സിസ്റ്റം അങ്ങനെയാണ്. കുറെ കള്ള കറാമത്ത് എന്ന് പറയും, എന്തോ ഔലിയാക്കും. വലിയനുണ്ടാകുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള ആദരവാണ് കറാമത്ത്. ഒരാൾ വലിയായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അമാനുഷിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടികഴിവിന് അതീതമായ സംഭവങ്ങൾ, അതാണ് കറാമത്ത്. അള്ളാഹു ആ വ്യക്തിക്ക് നൽകുന്ന ആദരവാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളിൽ അള്ളാഹു നടപ്പിൽ വരുത്തുന്ന കാര്യങ്ങൾ. പണ്ഡിതന്മാർ പറയുന്നത് കറാമത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന് നൽകുന്ന ആദരവായതുകൊണ്ട് തന്നെ ശരിയായ വലിയ കറാമത്ത് മറച്ചു വെക്കും, പുറത്തു പറയില്ല. അത് അവന്റെ ഇബാദത്തിന്റെയും മറ്റും ഭാഗമാണ്, അത് പറഞ്ഞെടുക്കേണ്ടതല്ല. പിന്നെ കള്ളക്കറാമത്തുകളാണ് രംഗത്ത് വരിക, പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും വലിയാക്കി നിശ്ചയിക്കുക, ആ വലിയ കുറെ കള്ളക്കറാമാത്തുകൾ നിശ്ചയിച്ചു കൊടുക്കുക. കറാമത്തുള്ളവൻ വലിയാകലല്ല, മറിച്ച് വലിയനുണ്ടാകുന്ന അഭൗതിക പ്രവർത്തനങ്ങൾ, സംഭവങ്ങൾ അല്ലെങ്കിൽ അത്ഭുത സംഭവങ്ങൾ, ദൃഷ്ടാന്തങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുക. ഒരാളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത സംഭവം ഉണ്ടായി, മനുഷ്യന് പറ്റാത്തൊരു സംഭവം, ഉടനെ കുറിച്ച് വലിയാക്കാൻ പറ്റുമോ? ഇല്ല. അഫ്സഖുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫാസിക്കായ ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിക്ക് ഇപ്പോൾ അത്ഭുത സംഭവം ഉണ്ടാകാം, ഉടനെ കുറിച്ച് അയാളെ വലിയാക്കാൻ പറ്റുമോ? ഇല്ല. വലിയനുണ്ടാകുന്നതാണ് കറാമത്ത്. വലിയ അല്ലാത്തവർക്കും അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകും. അത്ഭുത സംഭവങ്ങൾ ഉണ്ടായവരെല്ലാം വലിയല്ല. വലിയനുണ്ടായാൽ അത് കറാമത്താണ്. കറാമത്ത് പൊതുവെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തുക രണ്ട് കൂട്ടരിലാണ്. ഒന്ന്, ഈമാനുള്ള തഖ്വയുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് നീ സത്യത്തിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, നീ ഹക്കിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, ഇന്ന അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ കറാമത്ത് സാധാരണക്കാരിലാണ് ഉണ്ടാകുക. പണ്ഡിതന്മാരുടെ കയ്യിൽ ഇൽമുണ്ട്, വളരെയേറെ ദർജയുള്ളവരാണ്, സ്ഥാനമുള്ളവരാണ്. പണ്ഡിതന്മാർ ഈ ഉമ്മത്തിന്റെ ഉത്കൃഷ്ടരായ ആൾക്കാരാണ്. ധാരാളം ഹദീസുകളിലൂടെ പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ റസൂലും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പല ഹദീസുകളും ആയത്തുകളും മുമ്പ് ഓതിയതുമാണ്. ഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലി അലാ അദ്നാകും. സാധാരണക്കാരെ അപേക്ഷിച്ച് ഒരു പണ്ഡിതനുള്ള ശ്രേഷ്ഠത നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന ആളേക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ്. സാധാരണക്കാരനെ അപേക്ഷിച്ച് ഒരു പണ്ഡിതനുള്ള ശ്രേഷ്ഠത കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ചന്ദ്രനുള്ള ശ്രേഷ്ഠത പോലെയാണ്. ഞാൻ ധാരാളം ഹദീസുകൾ കാണാം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശ ഭൂമികളിലുള്ള സകലരും ഒരു ആലിമിന് വേണ്ടി, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി മുഅല്ലിമുന്നാസ് അൽ ഖൈർ ഇസ്തിഗ്ഫാർ ചെയ്യും. ആകാശ ഭൂമികളിലുള്ള സകലരും ഒരു ആലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരവരെ? ഹത്തൽ ഹീതാനി ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ. വഹത്തൻ നംലതി ഫി ജുഹരിഹാ, മാളത്തിലുള്ള ഉറുമ്പുകൾ വരെ ഒരു ആലിമിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യും.
അങ്ങനെ ആയാത്തുകൾ എടുത്തു നോക്കിയാലും ധാരാളം ആയത്തുകൾ കാണാം പണ്ഡിതന്മാരുടെ ദർജ. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരു തരത്തിലും തുല്യരാകൂല. വിശ്വാസം കൊണ്ടോ കർമ്മം കൊണ്ടോ നിലപാടുകൾ കൊണ്ടോ ജീവിതം കൊണ്ടോ മരണം കൊണ്ടോ തുല്യരാകൂല. അറിവുള്ളവർ വേറെ തന്നെയാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ള ഈ മുഅ്മിനീങ്ങളെ ഇൽമില്ലാത്ത സാധാരണ ആബിദീങ്ങളായ മുഅ്മിനീങ്ങളെക്കാൾ ഒരുപാട് ദറജകൾ അല്ലാഹു ഉയർത്തും. ഇൽമുള്ളവർക്ക് ഒരുപാട് ദറജകൾ അല്ലാഹു നൽകുമെന്ന്. അങ്ങനെ ഒട്ടനവധി ആയാത്തുകൾ ഹദീസുകൾ പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ആ പണ്ഡിതന്മാർ അവർക്ക് ഹക്ക് സത്യം ഖുർആനിക ആയാത്തുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും ബോധ്യപ്പെടും. അപ്പം അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കറാമത്ത് കാണിച്ചിട്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ കറാമത്ത് കുറവായിരിക്കും. സാധാരണക്കാരിലാണ് കറാമത്ത് കൂടുതലായിട്ടുണ്ടാവുക. ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കറാമത്തുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ കറാമത്ത് കുറവായിരുന്നു. കാരണം അവരുടെ ഈമാൻ ടോപ്പ് ദർജയിലായിരുന്നു. ഒരു കറാമത്തിന്റെ ആവശ്യമില്ല. അത്ര ടോപ്പ് ദർജയിൽ യഖീനുള്ള ആൾക്കാരായിരുന്നു സഹാബാക്കൾ. കുറച്ച് കുറവാണ് പിന്നെ താബിഈങ്ങളിൽ, പിന്നെ തബൂ താബിഈങ്ങളിൽ. ഇങ്ങോട്ട് വരുന്നതനുസരിച്ചാണ് കറാമത്ത് കൂടുക. കാരണം ഈമാൻ കുറയും, യഖീൻ കുറയുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ യഖീനുള്ള ഈമാനുള്ള ആൾക്കാർക്ക് നീ ഹക്കിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവരിൽ ഉണ്ടാക്കുന്ന അമാനുഷിക സംഭവങ്ങളാണ് കറാമത്ത്. അയാൾ ആദരിച്ചുകൊണ്ട് നീ സത്യത്തിലാണെന്ന് ബോധ്യപ്പെടുത്താൻ. താബിഈങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ കറാമത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കറാമത്ത് സംഭവിക്കുക ബാത്തിലിനെതിരെ ബിദ്അത്തുകൾക്കെതിരെ സംവദിക്കുന്ന പോരാടുന്ന പണ്ഡിതന്മാരിലാണ്. അവർക്ക് പിന്തുണ നൽകാൻ. അവർ ബാത്തിലിനെതിരെ സംസാരിക്കുന്നവരാണ്. ഹക്ക് സ്ഥാപിക്കാൻ ബിദ്അത്തിനും വിദൈകൾക്കുമെതിരെ സംസാരിക്കുന്നവരാണ്. അപ്പം അവർക്ക് അല്ലാഹു പിന്തുണ നൽകും കറാമത്തിലൂടെ. നിങ്ങൾ സത്യത്തിലാണ്, നീ ഹക്കിലാണ് എന്ന് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൽപ്പെട്ട ആളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അവരൊക്കെ അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടായ ആൾക്കാരാണ്. അവരൊക്കെ വിദൈകൾക്കെതിരെ ബാത്തിലിനെതിരെ ശബ്ദം ഉയർത്തിയ ആൾക്കാരാണ്. അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ വേണ്ടത്. വിദൈകൾക്കെതിരെ സംസാരിക്കുന്ന, ബിദ്അത്തുകളെ ഉമ്മത്തിന് തുറന്ന് കാണിച്ചു കൊടുക്കുന്ന, സത്യം പറഞ്ഞു കൊടുക്കുന്ന, ഉമ്മത്തിനെ സത്യത്തിലേക്ക് നയിക്കുന്ന ദായിമാരാണ് രംഗത്ത് വരേണ്ടത്. ഇന്നത് കുറഞ്ഞിരിക്കുന്നു. ഇന്ന് അവനവന്റെ കാര്യം. വിദൈകളുമായിട്ട് സഹകരിക്കുന്നതിലോ കൂട്ടുകൂടുന്നതിലോ പ്രശ്നം കാണാത്ത ആൾക്കാർ. സലഫുകൾ വിദൈകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരായിരുന്നു. വിദൈകൾക്കെതിരെ ശബ്ദിക്കുന്ന വിഷയത്തിൽ അവർ ദീനിനോടേറെ കൂറുള്ളവരായിരുന്നു. ഇന്ന് ബിദഅയുടെ കൂടെ ഇരിക്കുന്നതിനും സഹകരിക്കുന്നതിലും ആർക്കും ഒരു വിഷയമേ അല്ലതായിരിക്കും. പണ്ഡിതന്മാരുടെ കൗലുകൾ എടുത്തു നോക്കിയാൽ സലഫുകളുടെ ആദ്യത്തെ 3 തലമുറയിലുള്ള സലഫുകളുടെ വാക്കുകൾ എടുത്തു നോക്കിയാൽ ബിദഅത്തിന്റെയും ബിദഅത്തിന്റെ ആൾക്കാരുടെയും നേർക്കവർ തൊടുത്തുവിട്ട അമ്പുകൾ, അവരുടെ വാക്കുകളുടെ മൂർച്ച അത്ര ശക്തമാണ്. ഇമാം മാലിക്കിനെ പോലുള്ള പല ഇമാമുമാരും പറഞ്ഞൊരു വാചകം, മൻ വഖറ സാഹിബൽ ബിദ്അ, ആരെങ്കിലും ബിദ്അത്തിന്റെ ആളെ ബഹുമാനിച്ചാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ തകർക്കാൻ സഹായിച്ചവനാണ് എന്ന്. ഇസ്ലാമിനെ തകർക്കാൻ സഹായിച്ച ആളാണ് ബിദഅയെ ബഹുമാനിച്ചാൽ. ബിദഅത്തിന്റെ ആൾക്കാരുടെ കൂടെ ഇരിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞു. ഫലാ തഖൂദു മഅഹും, ബിദഅത്തിന്റെ ആൾക്കാരുടെ കൂടെ, ബാത്തിന്റെ ആൾക്കാരുടെ കൂടെ നീ ഇരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ രോഗം ഉണ്ടാക്കും. ഇസ്ലാമിന്റെ പ്രകാശം നമ്മുടെ മുഖത്ത് നിന്ന് എടുത്തു കളയപ്പെടും. ബിദഅകളുടെ കൂടെ ഇരുന്ന് അവർക്കെതിരെ സംസാരിക്കുന്ന,
അവരുടെ വിദ്യാർത്ഥികളും ദലാലത്തിലും തുറന്നു കാട്ടുന്ന ദായിമാരെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെയുള്ളവരാണ് വളർന്നു വരേണ്ടത്. അങ്ങനെ വിദേഹത്തിനും ദലാലത്തിനും എതിരെ ബാത്തിനുമെതിരെ സംസാരിക്കുന്ന പണ്ഡിതന്മാരിൽ കറാമത്തുണ്ടാകും. അവർ സത്യത്തിലാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ. നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല കറാമത്ത്. ഓരോരുത്തർക്കും അവനവന് കിട്ടുന്ന ആദരവാണ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നും. നീ സത്യത്തിലാണ് എന്ന് ഓനെ ബോധ്യപ്പെടുത്താൻ. ഇന്ന് കറാമത്ത് ബിസിനസ്സായി മാറി. ഇന്നാക്ക് കറാമത്തുണ്ട്, ഒന്നോളി. കറാമത്ത് അള്ളാഹു അയാളുടെ തഖ്വയും വറവും പരിഗണിച്ചിട്ട് കൊടുത്ത ആദരവ്. അത് വിശിഷ്യ കുബൂരികൾ, മഹാന്മാരാണെന്ന് പറയപ്പെടുന്നവരുടെ കബറുകളെ ദർഗകളാക്കി കെട്ടിപ്പൊക്കി ആരാധനാലയമാക്കി ആരാധന നിർവഹിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, ഷീഇകൾ, സമസ്തക്കാർ, അവര് മഹാന്മാരാണെന്ന് പറയപ്പെടുന്നവരുടെ കറാമത്തുകൾ പറയുന്നത് എന്തിനാ? ഈ മഹാൻ നിങ്ങളുടെ ആവശ്യം പൂർത്തിയാക്കി തരും എന്ന തെറ്റായ അഖീദയിലേക്ക് വരെ കൊണ്ടുപോകാനാണ്. ഇന്ന് കറാമത്തുള്ള ആളാണ്, പോയാൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാകും. ആ മഹാനോട് സംസാരിച്ചാൽ നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കും. എന്നാൽ അള്ളാഹു വലിയകൾക്ക് കറാമത്ത് കൊടുക്കുന്നത് എന്തിനാണ്? അയാള് ആദരണീയനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അയാൾക്ക് കൊടുക്കുന്ന ഒരു സിദ്ധിയല്ല, ഒരു മറ്റുള്ളവരിൽ ഇടപെടാനുള്ള ഒരു ആന്തരിക ശക്തിയല്ല കറാമത്ത്. സമസ്തക്കാരായ മുസ്ലിയാക്കന്മാരുടെ കറാമത്തുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ കേട്ടിട്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അള്ളാഹു കറാമത്ത് കൊടുത്താൽ അയാൾ ഒരു ഡിങ്കനായി മാറും, അല്ലെങ്കിൽ ഒരു മായാവിയായി മാറും, അല്ലെങ്കിൽ ഒരു ശക്തിമാനായി മാറും. എന്നിട്ട് ഡിങ്കാന്ന് വിളിച്ചാൽ പാറി വന്നിട്ട് പറയൂ, എന്ത് സഹായം വേണം, ഞാൻ സഹായിക്കാം. അല്ലെങ്കിൽ മായാവീനെ വിളിച്ചാൽ മായാവി എന്ന കുട്ടിച്ചാത്തൻ പാറി വന്നിട്ട് എന്താ സഹായം വേണ്ടത് എന്ന് സഹായിക്കുന്ന ഒരു ഡിങ്കനും മായാവിയുമായി ഔലിയാക്കന്മാരെ മാറ്റി സമസ്തക്കാരെ. അതുകൊണ്ട് ഇവർക്ക് എന്ത് പ്രശ്നമുണ്ടോ, ഇന്ന കറാമത്തുള്ള വലിയാണ്, പോയി പറഞ്ഞോ, വലിയ സഹായിക്കും. സത്യത്തിൽ ഇവർക്ക് കറാമത്ത് എന്താന്ന് തിരിഞ്ഞിട്ടില്ല. അതാണ് സാധാരണക്കാർക്ക് തീരെ അറിയില്ല എന്താ കറാമത്ത്. അപ്പൊ സാധാരണക്കാരുടെ അറിവില്ലായ്മയെയും വിശ്വാസക്കുറവിനെയും ഈ കള്ള പുരോഹിതന്മാർ ചൂഷണം ചെയ്യുകയാണ്. ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? സാധാരണക്കാരായ ആൾക്കാർ ശിർക്കിലും കുഫ്റിലും അകപ്പെടുന്നു, മുർത്തദ്ദുകളായി പോകുന്നു അറിയാതെ. അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഈ മഹാനെ, ഒരുപാട് കറാമത്തുള്ള ആളാണ്, ഈ മഹാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, മഹാനെ തരണേ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോകുന്ന ആൾക്കാരെ മക്കത്തും മദീനത്തും വെച്ചിട്ട് ശിർക്കിപ്പിക്കുകയാണ് മുസ്ലിയാക്കന്മാര്. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടതാണ്, കണ്ടിട്ടുണ്ട്, എല്ലാവരും സ്റ്റാറ്റസിലുണ്ട് അല്ലേ. ഉംറക്ക് കൊണ്ടുപോയിട്ട് റസൂലിനെ വിളിച്ചിട്ട് ദുആ ചെയ്യാണ്, എല്ലാ പ്രശ്നവും റസൂലിനോട് പറയാം. ആ കൂട്ടത്തിൽ ആരുണ്ടാവുന്ന അറിയോ? ഇസ്തിഗാസ, തവസ്സുല, ദർഗിയ, അതൊന്നും അറിയ പോലും ചെയ്യാത്ത ഉൾഗ്രാമത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ആളും ആ ഉംറ ഗ്രൂപ്പിൽ ഉണ്ടാവും. അയാൾക്ക് കിട്ടുന്ന നിത്യ ജീവിതത്തിൽ അധ്വാനത്തിൽ കിട്ടിയ പൈസ എടുത്തു വെച്ചിട്ട് ഒരു ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും അദ്ദേഹം പൈസ കൂട്ടിയിട്ട് ഉംറക്ക് വരുന്നുണ്ടാകുക. ആ ഉംറ ചെയ്തിട്ട് പോകുന്നതാണ് കൂടെ ഉസ്താദുമാരെന്ന് പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാരുടെ കൂടെ. എന്നിട്ടോ ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്ത ഈ സാധാരണക്കാരുടെ ഈ ശിർക്കിന്റെ ഏജന്റുമാരായ മുസ്ലിയാക്കന്മാർ ശിർക്ക് ചെയ്യിപ്പിക്കുന്നു. അള്ളാഹിനെ മാത്രം വിളിച്ച് ശീലമുള്ള സാധാരണക്കാരനെ അള്ളാഹു അല്ലാത്തവരെ വിളിപ്പിക്കുന്നു. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഇതാണ് കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് നൽകുന്ന ആദരവാണ്. ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു, കറാമത്തുള്ളവൻ വലിയ എന്നതല്ല, മറിച്ച് വലിയായവനുണ്ടാകുന്നതാണ് കറാമത്ത്. ആരാണ് വലി? വലി എന്ന് പറഞ്ഞാൽ ഈമാനുള്ള തഖ്വയുള്ള വ്യക്തിക്കാണ് വലി എന്ന് പറയാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, മുഅ്മിനീങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. മുഅ്മിനീങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അള്ളാഹു മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ്, അവർ ഈമാൻ ഉള്ളവരും തഖ്വയുള്ളവരുമാണ്. ഈമാനും തഖ്വയും ഉള്ളവരെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് കറാമത്ത് ഉണ്ടാകും.
ഇതാണ് മൂന്നാമത്തെ കാര്യം. അള്ളാഹു മനുഷ്യരിൽ അസ്വാഭാവികത ജനിപ്പിക്കുന്ന രീതിയിൽ, അതായത് സർവ്വസാധാരണ നടക്കാത്ത കാര്യങ്ങൾ, അമാനുഷിക കഴിവുകൾ എന്ന് നമ്മൾ പറയുന്ന ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന മൂന്നാമത്തത് കറാമത്താണ്. നാലാമത്തത് നസ്റാണ്. നസ്ർ, സഹായം, അല്ലെങ്കിൽ ആഊന്, ആഊൻ എന്ന് പറയുക, അള്ളാഹുവിന്റെ സഹായം. അത് ആർക്കുണ്ടാകാം, അത് വലിയ ആകണമെന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളെ പ്രത്യേകം പരിഗണിച്ച് സഹായിക്കുന്നതാണ്. അള്ളാഹു അവിടെ അവന്റെ ഈമാൻ തഖ്വയും എല്ലാം നോക്കുക. ആ വ്യക്തി, ചിലരവരില്ലേ, ഞാൻ ഭയങ്കര പ്രയാസത്തിലായിരുന്നു, ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്റെ പണി പൂർത്തിയായി, മറ്റേ തന്നെ എഴുതി കൊടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഭയങ്കര ടഫായിരുന്നു, അവിടെ കയറിപ്പോക്ക് വലിയ പ്രയാസമായിരുന്നു, പക്ഷെ എനിക്ക് പോയപ്പോൾ ഒരു പ്രയാസം ഉണ്ടായില്ല, പെട്ടെന്ന് എൻ്റെ കാര്യം നടന്നു. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഞാൻ സഹായിക്കാന്ന് പറയാൻ എന്നെ സഹായിച്ചു. ഇതൊക്കെ അടിമകളിൽ അള്ളാഹു നൽകുന്ന ആഊനാണ്, അള്ളാഹിന്റെ സഹായമാണ്. ചില ആൾക്കാരെ അള്ളാഹു ചില സന്ദർഭങ്ങളിൽ പ്രത്യേകം സഹായിക്കും. അത് അയാൾ വലിയതുകൊണ്ടല്ല, സാധാ വലിയല്ലാത്ത ഫാസിക്കിനെ വരെ അള്ളാഹു ചെയ്യാം ഈ ഔൻ എന്ന ഗണത്തിൽ പെടുത്താം, സാധാരണക്കാർക്കുണ്ടാകാം. അഞ്ചാമത്തേത് ഇസ്തിദ്റാജ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെ തന്നെ അമാനുഷികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് ഇസ്തിദ്റാജ്? ധിക്കാരികളെ, കാഫിറുകളെ, ഫാസിക്കുകളെ അവരുടെ ഫിസ്കിൽ അല്ലാഹു നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യശ്ഉറൂൻ. അവർ അറിയാതെ നാം അവരെ ഘട്ടം ഘട്ടമായി പിടിക്കും. അപ്പോൾ ഒരുപാട് സംഭവം ഇട്ടെടുക്കുന്നുണ്ടാവും. അപ്പോൾ അവന്റെ ജീവിതത്തിൽ അത്ഭുത സംഭവം ഉണ്ടാകും. മോചരിക്കും, ഞാൻ ഭയങ്കര സംഭവം തന്നെ, എനിക്ക് എന്തൊക്കെയോ സംഭവം, അമാനുഷിക സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഞാൻ വലിയ ആളാണ് എന്ന് വിചാരിക്കും. മറ്റു മനുഷ്യന്മാർക്ക് ഇല്ലാത്ത അത്ഭുത സംഭവങ്ങളായിരിക്കും ഇയാൾ ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ ഇയാൾ വിചാരിക്കുക എന്താണ്, എന്നുള്ള പരിഗണിക്കാണ്, ഞാൻ വലിയ മഹാനാണ്. അല്ല, ഓന്റെ തെമ്മാടിത്തരത്തെ, ഓന്റെ ഫിസ്കിനെ അല്ല നിലനിർത്താണ്. പെട്ടെന്ന് ദിവസം അള്ള പിടിക്കും, അതുകൊണ്ടെല്ലാം ചെയ്യും. അപ്പൊ 5 രീതിയിൽ അമാനുഷിക പ്രവർത്തനങ്ങൾ അടിമകളിൽ അള്ളാഹു നടപ്പിൽ വരുത്താം. 1 ഇർഹാസാത്ത്, 2 മുഅ്ജിസാത്ത്, 3 കറാമാത്ത്, 4 ഔൻ, 5 ഇസ്തിദ്റാജ്. ഇത് 5ഉം അമാനുഷിക സംഭവങ്ങളാണ്. നമ്മുടെ സാധാരണക്കാർക്ക് ആകെ ഒന്നേ അറിയൂ, കറാമത്ത്. ഏതെങ്കിലും ഒരാളിൽ മറ്റുള്ളവരിൽ ഇല്ലാത്ത അത്ഭുതകരമായ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ പറയും, ഓൻ വയ്യ, കറാമത്ത് സംഭവിച്ചു. ചിലപ്പോൾ അത് ഔനാകാം, ഇസ്തിദ്റാജാകാം. ഓന് അങ്ങനെ പറയാൻ പറ്റൂല, ഓന് ഹറാമൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ, ഓന് അങ്ങനത്തെ ഫാസിക്കാണെങ്കിൽ ആ അത്ഭുത സംഭവം ഉണ്ടാവുമോ എന്നൊക്കെ കഴിക്കും. ആണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ആരുടെയെങ്കിലും ജീവിതത്തിൽ അത്ഭുത സംഭവം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെടണ്ട. അത് എന്ത് എന്ന് പരിശോധിക്കാനുള്ള അളവ് പോലും നമ്മുടെ മുമ്പിലുണ്ട്. അത് മോചിതത്താണോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി മോചിതത്ത് നിലച്ചു, ഇനി ഉണ്ടാവില്ല. അപ്പൊ ഇർഹാസാത്തും ഉണ്ടാവില്ല, മോചിതത്വം ഉണ്ടാവുകയില്ല. ഇർഹാസാത്ത് ചിലപ്പോൾ ഉണ്ടായേക്കാം, അല്ലാഹു അഅലം. മോചിതത്ത് എന്തായാലും ഉണ്ടാവില്ല. പിന്നുണ്ടാകുന്നത് കറാമത്ത്, ഔന്, ഇസ്തിദ്റാജ്. ഇത് 3ഉം ഉണ്ടാകാം. അപ്പോൾ ഇത് കറാമത്താണോ, ഔനാണോ, ഇസ്തിദ്റാജാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള അളവ് പോലുണ്ട്. എന്താണ് അളവ് പോലെ? ആ വ്യക്തിയുടെ ജീവിതം പരിശോധിക്കലാണ്. മുവഹിദായ, മുത്തബിഉ സുന്നയായ ഒരു വ്യക്തിയാണ് എങ്കിൽ, അയാളിലാണ് അത്ഭുത സംഭവം ഉണ്ടാകുന്നത് എങ്കിൽ നമുക്ക് പറയുന്നത് കറാമത്താണ് എന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത്ഭുത സംഭവം ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് വലിയാക്കരുത്. ഓൻ വലിയാണോ എന്ന് ആദ്യം പരിശോധിച്ച് നോക്കണം. അപ്പൊ കറാമത്ത് ഉണ്ടാകാൻ യോഗ്യനായ ആളാണോ നോക്കണം. യോഗ്യനായ ആളാണെങ്കിൽ നമുക്ക് അയാളെ വരുത്താം. അപ്പൊ നമ്മളെ മുമ്പിലുള്ള അളവ് പോലെ അയാൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് പരിശോധിക്കലാണ്. ഇങ്ങനെ എന്തെങ്കിലും അത്ഭുത സംഭവം ഉണ്ടായാൽ ഉടനെ തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറയാതെ, എന്ന് നിലപാടെടുക്കാതെ അയാളെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറാകണം. അയാൾ എങ്ങനെ, അയാൾ മുവഹിദാണോ, അയാൾ മുത്തബിഉ സുന്നയാണോ, അയാൾ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളാണോ,
അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ? ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അദ്ദേഹം അള്ളാന്റെ വലിയാണ്, അദ്ദേഹത്തിന്റെ കറാമത്തുണ്ടാകുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ അത്ഭുത സംഭവങ്ങൾ ഒരിക്കലും ഷറൈന് വിരുദ്ധവും ആകില്ല. അതൊരിക്കലും കറാമത്തല്ല. ഷറൈന് വിരുദ്ധമായ ഒരു സംഭവം ഉണ്ടായിട്ട് അത് കറാമത്ത് പറയാൻ പറ്റുമോ? ഇല്ല, അത് ശൈത്താന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഷറൈന് വിരുദ്ധമായ ഒരു സംഭവം ഉണ്ടായി. പറയപ്പെടുന്നത് പോലെ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല, അബ്ദുൽ ഖാദിർ ജീലാനി, അദ്ദേഹം ഒരിക്കൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മരണാശയ്യനായി കിടക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റേതോ സന്ദർഭത്തിൽ അല്ലാഹു ആലം, ഒരു അശരീരി കേട്ടു, ഒരു ശബ്ദം കേട്ടു, നിനക്ക് ഞാൻ എൻ്റെ ഉമ്മത്തിനെ ഹറാമാക്കിയതെല്ലാം ഹലാലാക്കി തന്നിരിക്കുന്നു. ഉടനെ തന്നെ മൊയ്‌ദീൻ ഷെയ്ഖ് പറഞ്ഞു, പോ അള്ളാന്റെ ശത്രു, പോ അള്ളാന്റെ ശത്രു. അവിടെ ശൈത്താനാണ്. അള്ളാഹ് ഒരിക്കലും ചെയ്യില്ല ഉമ്മത്തിനെ ഹറാമാക്കിയത് ഒരാൾക്ക് അനുവദിച്ച് വെച്ച് കൊടുക്കൂല, ഹലാലാക്കി കൊടുക്കൂല. അപ്പൊ ശൈത്താൻ തോന്നിപ്പിക്കാം. അപ്പൊ ഷറൈന് വിരുദ്ധമായ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും കറാമത്തല്ല, അത് ശൈത്താന്റെ ഭാഗത്തുള്ളതാണ്. ശൈത്താൻ നമ്മളെ കബളിപ്പിക്കുകയാണ്. ഷറൈന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും അത്ഭുത സംഭവങ്ങളോ അപ്രതീക്ഷിതമായ സഹായങ്ങളോ എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളോ ഉണ്ടായിന്ന് കണ്ടാൽ അതെന്ത് ചെയ്യരുത്, ഊറ്റക്കൊള്ളരുത്, അതിന് വീണു പോകരുത്. ശൈത്താവാണ്. അള്ളാഹ് സഹായിക്കുക, കറാമത്താകുക വലിയ ജീവിതത്തിലാണ്. പണ്ഡിതന്മാരെപ്പോഴും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരിലാണോ അത്ഭുത സംഭവം സംഭവിച്ചത് അയാൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് പരിശോധിച്ച് നോക്കുക. രണ്ട്, ഈ അത്ഭുത സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശറഈന് വിരുദ്ധമാണോ അല്ലയോ നോക്കുക. ഇത് രണ്ടും എന്തുണ്ടാവില്ല, പാലിക്കപ്പെടാതെ കറാമത്ത് ഉണ്ടാകുകയില്ല. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ എല്ലാ പ്രവാചകന്മാർക്കും ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ദൃഷ്ടാന്തം പറയാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തം? അത് ഖുർആനാണ്. ഇവിടെ റസൂലുള്ളാഹിന്റെ പ്രയോഗം ഇന്നമാ മാത്രമാണ് എന്നർത്ഥം. ഇന്നമാ കാനല്ലദി ഊതീതു, എനിക്ക് നൽകപ്പെട്ടത് ഇത് മാത്രമാണ്, ഒന്ന് മാത്രമാണ്. എന്താണത്? വഹ്യൻ ഔഹാഉല്ലാഹു ഇലയ്യ, അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചെന്ന വഹി മാത്രമാണ് എന്നാണ്. അപ്പൊ ഈ പ്രയോഗത്തിലൂടെ ചിലപ്പോൾ തോന്നിപ്പോകും റസൂലുള്ളാഹിക്ക് ആകെ ഖുർആൻ മാത്രമാണ് മുഅ്ജിസത്തായിട്ട് കിട്ടിയത്, വേറൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. മുഅ്ജിസത്ത് എന്നുള്ള പ്രയോഗമാണ് നമ്മൾ കേട്ട് പരിചയമുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞത് മുഅ്ജിസത്തിനേക്കാൾ നല്ല പ്രയോഗം ആയത്ത് എന്ന് പ്രയോഗിക്കലാണ്. കാരണം ഖുർആനിലും ഹദീസിലും വന്നത് ആയത്ത് എന്നാണ്, ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നല്ല. മുഅ്ജിസത്ത് എന്ന് പണ്ഡിതന്മാർ പിന്നീട് പേരിടാൻ കാരണം എന്താണ്? അത് മറ്റുള്ളവരെ അങ്ങനെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അശക്തനാക്കും. ആജസ യുജിസു ഇജാസ് എന്ന് പറഞ്ഞാൽ അശക്തനാക്കുക, മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തതാക്കുക. അതാണ് മുഅ്ജിസത്ത്. ആയത്തുൽ മുഅ്ജിസ, മറ്റുള്ളവരെ അതുപോലെ ചെയ്യുന്നതിൽ നിന്നും അശക്തനാക്കുന്ന ദൃഷ്ടാന്തം ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ആയാത്തുകൾ ഉണ്ടായിട്ടുണ്ട്, മുഅ്ജിസാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ പിളർത്തിയത് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ വന്നിട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ, നമ്മുടെ നാട്ടിൽ വെള്ളമില്ല, ഫുള്ള് വരൾച്ചയാണ്, പ്രയാസത്തിലാണ്, അതുകൊണ്ട് താങ്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. മഴ പെയ്ത് നാടാകെ വെള്ളം നിറഞ്ഞൊഴുകി, കൃഷികൾ നശിക്കാൻ തുടങ്ങി, കന്നുകാലികൾ മരിക്കാൻ തുടങ്ങി. ആ സാഹി വീണ്ടും ഓടി വന്നു, പ്രവാചകരെ മഴ സ്റ്റോപ്പാക്കാൻ വേണ്ടി ദുആ ചെയ്യണം, നമ്മളെ നശിച്ചു പോകാൻ ദുആ ചെയ്തു, മഴ സ്റ്റോപ്പായി. ഇങ്ങനെയുള്ള ധാരാളം മുഅ്ജിസാത്തുകൾ, ആയാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും എടുത്തു പറയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ എടുത്തു പറയാൻ കാരണം മറ്റ് മുഅ്ജിസാത്തുകളിൽ നിന്നും ഖുർആൻ പല കാര്യങ്ങളാൽ വ്യതിരിക്തമാകുന്നു എന്നതിനാലാണ്.
ഒന്ന്, മറ്റ് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ആയാത്തുകൾ, മോജിസാത്തുകൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുർആൻ അല്ലാത്ത മറ്റ് മോജിസാത്തുകളെല്ലാം നേരിട്ട് കാണാവുന്ന, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന മോജിസത്തുകളാണ്. അത് കാണുന്നവർക്ക് അത്ഭുതം ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ചന്ദ്രൻ പിളർന്ന സംഭവം, അല്ലെ, ചന്ദ്രൻ പിളർന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അത് കുറച്ചു പേരെ കണ്ടിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ ഒരു രാത്രിയിൽ ഖുറൈശികളിൽപ്പെട്ട ചില മുശ്രിക്കുകൾ റസൂലുള്ളാഹിനെ എതിർത്തിട്ട് പറഞ്ഞു, നീ പ്രവാചകനാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം കാണിക്കും. ആ രാത്രിയിൽ, ചന്ദ്രൻ രാത്രിയാണെങ്കിലും ഉണ്ടാവുകയില്ല. അപ്പൊ നാട്ടുകാരൊക്കെ, പ്രത്യേകിച്ച് അറബികളുടെ ശീലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുന്നവരാണ് അവർ, കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ആ രാത്രിയിൽ റസൂലുള്ളാഹിയുടെ കൂടെയുള്ള ആ ആൾക്കാരെ കാണിച്ച റസൂലുള്ളാഹി കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് കാണിച്ചപ്പോൾ ചന്ദ്രൻ രണ്ടായി പിളർന്നു, മലയുടെ രണ്ട് ഭാഗത്തേക്കായി പിളർന്നു വന്നു. കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അവർക്കത് ഈമാനായി, യഖീനായി. വിശ്വസിക്കുന്നവർക്ക് ശരിക്കും, വിശ്വസിക്കുന്നവർക്ക് അത് യഖീനായി. എന്നാൽ കാണാത്തവർക്ക് ഒരു കാഴ്ച ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ല, ഒരു അറിവ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്നു, അത്രമാത്രം അല്ലെ. മൂസാ നബി അലൈഹി വസല്ലമയുടെ വടിയെ സംബന്ധിച്ചുള്ള ഖുർആൻ പറയുന്നുണ്ട്. അത് ഭയങ്കര, മൂസാ നബിക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളൊക്കെ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നേരിട്ട് കണ്ടവർക്ക് ഭയങ്കര അത്ഭുതമാണ്. കേൾക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു അറിവ്, അത്രയേ ഉള്ളൂ. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. അത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയേണ്ട ഒന്നല്ല, മറിച്ച് ചിന്തയിലൂടെ, ബസീറത്തിലൂടെ, ഉൾക്കാഴ്ചയിലൂടെ ഗ്രഹിച്ചെടുക്കേണ്ട ഒന്നാണ് ഖുർആൻ. അത് എന്നും ബാക്കിയാണ്. ശേഷക്കാർക്കും ബാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ മരണത്തോടു കൂടി അത് ഇല്ലാണ്ടായ ഇല്ല. മറ്റെല്ലാ പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തുകൾ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടേത് തന്നെ ഖുർആൻ അല്ലാത്ത മറ്റ് മുഅ്ജിസത്തുകൾ അതത് പ്രവാചകന്മാരുടെ മരണത്തോടു കൂടി അവസാനിച്ചു. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല, അത് എന്നും ബാക്കിയാകുന്ന ഒന്നാണ്. മറ്റെല്ലാ മുഅ്ജിസത്തുകളും കണ്ണുകൊണ്ട് കണ്ടു വിശ്വസിക്കേണ്ടതാണ്. ഖുർആൻ ഉൾക്കൊള്ളേണ്ട ആശയങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനം പറഞ്ഞത്, ഫഅർജു അൻ അകൂന അക്തറഹും താബിഅൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആള് ഞാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന്. എന്തുകൊണ്ട്? ഈ ഖുർആൻ വായിക്കുന്നവർ, പഠിക്കുന്നവർ ഈ ഖുർആൻ അംഗീകരിക്കും, റസൂലുള്ളാഹിന്റെ അനുയായിയായി മാറും. ആ ഒരു വാക്ക് തന്നെ വേറൊരു മുഅ്ജിസത്താണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകനാണെന്നതിന്റെ വേറൊരു അടയാളമാണ് ആ വാചകം. എപ്പോഴും റസൂൽ പറയുന്നത് 1,00,000-ൽ പരം സഹാബാക്കളുള്ള കാലത്താണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആള് ഞാനാകും. ഇന്നോ കോടിക്കണക്കിന് ഫോളോവേഴ്സ് റസൂലുള്ളാഹിക്കുണ്ട്. അപ്പൊ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്പോൾ ഉണ്ടായി. ആ വേർഡ് തന്നെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ അടയാളയിൽപ്പെട്ട ഒരു അടയാളമാണ്. ആലമുമിൻ ആലാമിൻ നുബുവ. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? ഈ ഖുർആൻ ബാക്കിയാകും, ഈ ഖുർആൻ ബാക്കിയാകും. ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർ പിന്നീട് ഉണ്ടാകും. കാരണം ഖുർആൻ ബാക്കിയാകും, അതിനെ ബാക്കി ആക്കുമെന്ന് അള്ളാഹു വാദ ചെയ്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്, ഇതിനെ നാം തന്നെ സംരക്ഷിക്കും എന്ന്. ഖുർആൻ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു കൊടുത്ത ഉറപ്പാണത്. ഇതേപോലെ തന്നെ ഖുർആൻ പോലുള്ളത് കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. മറ്റ് പ്രവർത്തനങ്ങളാണ് അത്. ഓരോരുത്തരും ഓരോ പ്രവാചകന്മാരും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവരുടെ മുഅ്ജിസത്തുകൾ. അതുകൊണ്ടാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത് എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആർക്ക് ചെയ്യാൻ പറ്റും? സാഹിര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും, മജീഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റും. അവരൊക്കെ ചെയ്യുന്നതല്ലേ കൺകെട്ട്, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ, പെട്ടെന്ന് സ്പീഡിൽ കൈകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൺകെട്ടുകൾ. അതുപോലെ തന്നെ സിഹ്ർ, ശൈത്താനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിഹ്ർ ചെയ്യുന്ന സാഹിറുകൾ, അവരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ മറ്റുള്ളവർക്ക് അശക്തമാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മുഅ്ജിസത്ത് എന്ന് പറയേണ്ട ആയത്ത് എന്ന് പറ എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതന്മാർ പറഞ്ഞു.
അപ്പൊ ആ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, മറ്റൊരു പറ്റില്ലെന്ന് പറയാം. എന്നാൽ ഖുർആനോ ആശയങ്ങൾ അടങ്ങിയ ചില വരികളാണ്, വാചകങ്ങളാണ്. അതുപോലെ കൊണ്ടുവരാൻ സാഹിത്യകാരന്മാർക്ക് പറ്റുമെന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ ഒരിക്കലും പറ്റിയിട്ടില്ല, പറ്റുകയും ഇല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ആയത്തുകളിലൂടെ ആ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ ഖുർആൻ പോലുള്ള ഒരു ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവാ. അള്ളാഹു പറഞ്ഞു, ഖുൽ ലൈൻ ഇജ്തമഅത് അൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിത്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅ്ളുഹും ലിബഅ്ദിൻ ലഹീറാ. ഈ ഖുർആൻ പോലുള്ള ഒന്ന് കൊണ്ടുവരാൻ ജിന്നും ഇൻസും ഒരുമിച്ച് കൂടിയാൽ, മനുഷ്യന്മാരും ജിന്നുകളും ഒരുമിച്ച് കൂടി അവരെന്ത് ചെയ്തു? ഈ ഖുർആൻ പോലുള്ള ഒരു ഖുർആൻ കൊണ്ടുവരാൻ പരിശ്രമിച്ചാൽ ലാ യഅതൂന ബിമിത്ലിഹി, ഈ ഖുർആൻ പോലുള്ളത് കൊണ്ടുവരികയില്ല. വലൗ കാന ബഅ്ളുഹും ലിബഅ്ദിൻ ലഹീറാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഹായികളായാൽ പോലും. ജിന്ന് മനുഷ്യനെ സഹായിച്ചു, മനുഷ്യൻ ജിന്നിനെ സഹായിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച എല്ലാവരും കൂടി ഒരു ഖുർആൻ പോലുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ പരിശ്രമിച്ചാൽ, ഒരുമിച്ച് കൂടിയാൽ അവർക്ക് പറ്റുകയില്ല എന്ന്. ഖുർആനല്ല, ഇനി ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അതും പറ്റില്ല. അതും അള്ളാഹു പറഞ്ഞു, ഒരു സൂറത്ത് കൊണ്ടുവരാൻ. നമ്മുടെ അബ്ദിന്റെ മേൽ ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ, ഖുർആനിൽ നിങ്ങൾ വല്ലവരും സംശയത്തിലാണ് എങ്കിൽ അതുപോലൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ സത്യം പറയുന്നവരാണ് എങ്കിൽ അള്ളാഹ്ക്ക് പുറമെയുള്ള അല്ലാത്ത മറ്റ് നിങ്ങളുടെ സാക്ഷികളെ, ശുഹദാക്കളെ നിങ്ങൾ കൊണ്ടുപോവാ. നിങ്ങൾക്ക് സഹായിയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുപോവാ. എന്തിന്? ഒരു സൂറത്ത് കൊണ്ടുവരാൻ, ഖുർആനിന്റെ ഏതൊരു സൂറത്ത്. മക്കയിലെ ചില സാഹിത്യകാരന്മാരായ മുശ്രിക്കുകൾ പരിശ്രമിച്ചിരുന്നു, പറ്റിയിട്ടില്ല. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ എന്ന സൂറത്ത് പോലൊരു സൂറത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിലെ ഒരു സാഹിത്യകാരൻ ചോദിച്ചാണ് അൽ ഫീൽ മൽ ഫീൽ വമാ അദ്റാക മൽ ഫീൽ. ആന, എന്താണ് ആന? ആനയെ കുറിച്ച് നിനക്കറിയോ? വരികൾ മാത്രമാണ്, അങ്ങനെ ആർക്കും ഉണ്ടാകേണ്ടത്. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ആശയ തലങ്ങൾ എന്തിനില്ല? അൽ ഫീൽ മൽ ഫീൽ വമാ അദ്റാക മൽ ഫീൽ ഇല്ല. ആന, അതുപോലെ അൽ ഖിത്ത് മൽ ഖിത്ത് വമാ അദ്റാക മൽ ഖിത്ത്, എല്ലാം വന്നോടെ. ആന മാത്രമല്ലല്ലോ, പറ്റിയിട്ടില്ല. വേറൊരു സാഹിത്യകാരന് പിൽക്കാലക്കാരായ ചില മിഷണറിമാർ ഖുർആനിനെ തോൽപ്പിക്കാൻ ഒരു സൂറത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ മാഇദ കൊടുത്തിട്ട് പറഞ്ഞു, ഈ സൂറത്ത് പോലത്തെ ഒരു സൂറത്ത് ഉണ്ടാക്കാൻ എത്ര പൈസ വേണമെങ്കിൽ തരാം. മാറിയിരുന്ന് റൂമിൽ അന്തരിച്ച് കുറെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ റൂമിൽ ചുട്ടിക്കൂട്ടപ്പെട്ട കുറെ പേപ്പറുകൾ, ഒരായത്ത് പോലും സൂറത്തുൽ മാഇദയിലുള്ളത് പോലെ കൊണ്ടുവരാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. സൂറത്ത് കൊണ്ടുവരത്ത് അതല്ല പറഞ്ഞത്. ഇനി സൂറത്ത് പോട്ടെ, ആയത്ത് പറ്റും. അല്ലാഹ് പറയുന്നത് ഈ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് മുഹമ്മദ് ഇത് കള്ളം ചമച്ചുണ്ടാക്കിയതാണ് എന്നാണോ? മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ്, ഒരാൾക്ക് പോയിട്ട് പഠിച്ചു വരുന്നൊക്കെ ഇവര് കുർപ്പചരണം നടത്തിയിരുന്നു. അവതരിക്കാണ് ഇവർ പറയുന്നത് മുഹമ്മദ് ഇത് കള്ളം ഉണ്ടാക്കിയെന്നാണോ, വ്യാജമായി ഉണ്ടാക്കിയത് എന്നാണോ? കുൽ, എങ്കിൽ പറ പറ്റുമെങ്കിൽ ഒരു 10 ആയത്ത് കൊണ്ടുവാ. അശ്രി സൂവരിൻ, 10 ആയത്തല്ല, 10 സൂറത്ത്. ഒരു സൂറത്ത് പറ്റൂല, ഇത് 10 സൂറത്ത് കൊണ്ടുപോവാ, അത് പറ്റൂല. 10 സൂറത്ത് പോട്ടെ, നീ ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ പറ്റൂല. അള്ളാഹ് ഖുർആനിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുമോ? ഈ ആയാത്തുകൾ ഇപ്പോഴും ബാക്കിയാണ്. ഒരാൾക്കും തന്നെ ഒരായത്തോ ഒരു സൂറത്തോ കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഭയങ്കര ഒരു സംഭവമായി ഖുർആൻ ബാക്കി. അതാണ് റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒരുപാട് മുഅ്ജിസകൾ ഉണ്ടായിട്ടും ഈ ഖുർആൻ എടുത്തു പറഞ്ഞത്, ഈ ഖുർആൻ ഏറ്റവും ചൊവ്വയിലേക്ക് നയിക്കുന്ന, ഖുർആൻ വായിക്കുന്നവരെ
ഏറ്റവും ശരിയിലേക്കും ഉന്നതിയിലേക്കും കൊണ്ടെത്തിക്കുന്ന അത്ഭുത ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് എനിക്ക് കിട്ടിയത് ഖുർആനാണ് എന്ന്. ആ ഖുർആന്റെ ആൾക്കാരാണ് നമ്മൾ, ആ ഖുർആന്റെ അനുയായികളാണ് നമ്മൾ. അത്ഭുതങ്ങൾ അടങ്ങിയ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് പഠിക്കാൻ നമ്മൾ ആരും തയ്യാറില്ല. ഖുർആൻ പഠിക്കാനോ ഹദീസ് പഠിക്കാനോ ആളില്ല. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർ എണ്ണം നോക്കി ഇത്രേ ഉള്ളൂ. ഹദീസ് പഠിക്കാനും ആർക്കും താല്പര്യമില്ല, ഖുർആൻ പഠിക്കാനും ആർക്കും താല്പര്യമില്ല. ആ ഗ്രന്ഥത്തിൽ അടങ്ങിയ ആശയ തലങ്ങൾ അത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മൾ എത്തുന്ന ദറജ, ഉന്നത സ്ഥാനം, നമ്മൾ കൈവരിക്കുന്ന ഉന്നത ദറജകൾ അതെന്നുള്ള ആർക്കും ബോധ്യമില്ല. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മുടെ ഖുർആൻ. വയബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ, അന്ന ലഹും അജ്റുൻ കബീർ, അന്ന ലഹും അജ്റൻ കബീറ. വയബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത. അജ്റുൻ കബീർ എന്ന് ഖുർആൻ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം സ്വർഗം അതുണ്ട് എന്ന് സന്തോഷ വാർത്ത ഖുർആൻ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം മുബാറക്കാണ്, ബർക്കത്തുടേതാണ്. ഖുർആനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഖുർആന്റെ ഫളായിലുകൾ, ധാരാളം ഹദീസുകൾ അതിന്റെ ശ്രേഷ്ഠത സ്ഥിരപ്പെട്ടതാണ്. ഖുർആൻ ഓതുന്ന ആൾക്ക് ഉള്ള കൂലി, ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്, അല്ലേ? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി അശർ. ഒരു ആയത്ത് ഓതിയാൽ, ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയുണ്ട്. വല്ല അശ്റു ബി എന്താണ്? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി അശറ വൽ അശ്റതു ബി വലൗ ബിഹി ഹസന വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. ഒരു നന്മയുണ്ട്, ആ നന്മ 10 ഇരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫും ലാമും മീമും ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അലിഫ് ലാം മീം ഓതിയാൽ 30 കൂലി. അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. നിപുണനായ ഓത്തുകാരൻ മാന്യന്മാരായ മലക്കുകളുടെ കൂട്ടത്തിലാണ്. വല്ലദി യഖ്റഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ശാക് ലഹു അജ്റാൻ. വിക്കി ഖുർആൻ ഓതുന്നവർക്ക് 2 കൂലിയുണ്ട്. ഒന്ന് ഓതിയ കൂലി, 2 ആ പ്രയാസം സഹിച്ചതിന്റെ കൂലി. വിക്കി ഓതി തപ്പി പിടിച്ച് ഓതിയ കൂലിയുണ്ട്. യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖിയാമത്ത് നാളിൽ ഖുർആൻ ഓതിയാൾ പറയും, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ. എത്ര ഹദീസുകളാണ്, ഉന്നത ദർജകൾ കിട്ടുന്ന ഖുർആൻ ഓതിയാൽ തന്നെ കൂലി, അതിന് അമൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അതിലുമേറെ. അത് നമ്മുടെ കയ്യിലുണ്ട്. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അൽ മുഅ്ജിസത്തുൽ ഉസ്മ, അൽ മുഅ്ജിസത്തുൽ കുബ്ര എന്നാണ് പണ്ഡിതന്മാർ ഖുർആനെ സംബന്ധിച്ച് പറയുന്നത്. ഏറ്റവും വലിയ, ഏറ്റവും മഹത്വമുള്ള റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്, എന്നൊന്നും ബാക്കിയാകുന്ന മുഅ്ജിസത്ത്. ബാക്കി എല്ലാ മുഅ്ജിസത്തും നിലച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടക്കമുള്ള പ്രവാചകന്മാരുടെ എല്ലാ മുഅ്ജിസത്തുകളും നിലച്ചുപോയി. എന്ത് മാത്രം ബാക്കിയുള്ളത്? ഈ ഖുർആൻ മാത്രമാണ്. ആ ഖുർആന്റെ വക്താക്കൾ നമ്മൾ, ഉടനെ ഖുർആന്റെ പഠിതാക്കളാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ പഠിക്കണം. അള്ളാഹു എന്നോട് എന്ത് പറയുന്നത് എന്നറിയാൻ നമുക്ക് ആഗ്രഹം വേണം, അല്ലെ? ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഒരു മന്ത്രി, അല്ലെങ്കിൽ ഒരു രാജാവ് നമുക്കൊരു ലെറ്റർ അയച്ചാൽ നമുക്കറിയാത്ത ഭാഷയിലാണ് ആ ലെറ്റർ എങ്കിൽ എന്താണ് ഇതിൽ രാജാവ് എഴുതിയെന്ന് അറിയാനുള്ള ജിജ്ഞാസ അതിലുണ്ടാവും. അത് ആ ഭാഷ അറിയുന്ന ആളൊക്കെ ചെല്ലും, ഒന്ന് വായിച്ച് അർത്ഥം വെച്ച് എന്താണ് പറയുന്നത് എന്നോട്. അള്ളാഹുവിന്റെ വാചകങ്ങളാണ് ഖുർആൻ, അത് അടിമകളുള്ള സംസാരമാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് എന്താ എന്നോട് പറയുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം നമുക്ക് ആർക്കില്ലാണ്ടായിപ്പോയി. അതെന്താണെന്ന് അറിയില്ല. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വേണ്ടത് അള്ളാഹ് എന്താണ് എന്നോട് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹ് എന്നോട് എന്താ പറയുന്നത്, ബഖറയിൽ അള്ളാഹ് എന്നോട് എന്താ പറയുന്നത്. അങ്ങനെ ഓരോ സൂറത്ത് എടുത്തിട്ട് ഈ സൂറത്തേക്ക് അള്ളാഹു എന്നോട് എന്താ പറയുന്നത്,
അതറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.